കുറ്റ്യാടിയിലും നാദാപുരത്തും വടകരയിലും BJP പ്രവർത്തകർ UDFന് വോട്ട് മറിച്ചു നൽകി എന്ന് പറഞ്ഞുകൊണ്ട് BJPയിലെ ഒരു വിഭാഗം ആളുകൾ വടകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് UDFന് വോട്ട് മറിച്ച് നൽകിയതെന്നും ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ പാറക്കൽ അബ്ദുള്ളയും ഈ ഡീലിന് സാക്ഷ്യം വഹിച്ചുവെന്നും അതുകൊണ്ട് തന്നെ BJPയിലെ പാഷാണമായ പ്രഫുൽ കൃഷ്ണയെ നടപടിയെടുത്ത് പുറത്താക്കണമെന്നും BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്ന നേതാവാണ് പ്രഫുൽ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ BJP പ്രതിഷേധ പ്രകടനം നടത്തിയ കാഴ്ച നമുക്ക് കാണാം. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ രഹസ്യ ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് UDF ആരോപണം ഉന്നയിക്കുമ്പോൾ CPMനെതിരെ ഇടതുപക്ഷത്തിനെതിരെ വലത് കൈയിൽ BJPയും ഇടത് കൈയിൽ SDPയും എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ സത്യത്തിൽ യഥാർത്ഥ ഡീലിൻ്റെ കാഴ്ചകൾ പുറത്തു വരികയാണ്. അതിൻ്റെ തെളിവുകൾ BJP പ്രവർത്തകർ തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ കുറ്റ്യാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാറക്കൽ അബ്ദുള്ളയും ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് പറയേണ്ടതാണ്. BJPയുമായി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പണിയെടുക്കുന്ന BJPയുടെ വോട്ടുകൾ പെട്ടിയിലാക്കുന്നത് കേവലം ചില രാഷ്ട്രീയ ലാഭത്തിന് ഇന്ത്യയുടെ തന്നെ യഥാർത്ഥ ശത്രുവായ സംഘപരിവാരവുമായി ഇത്തരത്തിൽ ഡീലുണ്ടാക്കുന്നത് രഹസ്യമല്ല, മറിച്ച് പരസ്യമാണ്. ആ പരസ്യമായ രഹസ്യമാണ് ഇന്ന് BJP പ്രവർത്തകർ തന്നെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരിക്കുന്നത്. പ്രഫുൽ കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം വടകരയിലും കുറ്റ്യാടിയിലും പലതവണയായി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ പോലും ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടത്തി പണം പോക്കറ്റിലാക്കുന്ന ഇത്തരം പാഷാണങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള മെസ്സേജാണ് BJP പ്രവർത്തകർ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് കൃത്യമായി പറയേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യാവസ്ഥ പുറത്തു പറയേണ്ടത് പാറക്കൽ അബ്ദുള്ളയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ രണ്ടുപേരും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങളും മീഡിയ വൺ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇത്തരത്തിൽ പലയിടത്തും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ BJP കോൺഗ്രസ്സിന് വോട്ട് മറിക്കുകയും ചിലയിടങ്ങളിൽ കോൺഗ്രസ് BJPക്ക് ഇത്തരത്തിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചിട്ടുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. എന്തായാലും ഇത്തരം പാർട്ടികൾ തമ്മിൽ വലിയ മറകളൊന്നുമില്ലെന്നും വലിയ ആശയ സമരങ്ങൾ നടക്കുന്നില്ല എന്നും തങ്ങൾ ചില കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ഒരുമിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുകൂടി പറയാതെ പറയുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം BJP എന്ന് പറയുന്നത് അസ്പർശതയതല്ല. കുറ്റ്യാടിയിലും വടകര മണ്ഡലത്തിലും നാദാപുരത്തൊക്കെ BJPയെ അടുപ്പിച്ചാലും ഞങ്ങൾ CPMനെ അടുപ്പിക്കില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അടുപ്പിക്കില്ല. യഥാർത്ഥ ഫാസിസ്റ്റുകൾ ഇടതുപക്ഷമാണെന്നും BJP യഥാർത്ഥ ഫാസിസ്റ്റുകൾ അല്ല എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ വരെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം BJPയുമായി മുസ്ലിം ലീഗിന് ഇത്തരത്തിൽ രഹസ്യ ബാന്ധവം നടത്തുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല.